അപ്പം കോടമഴയത്തും വാഗാട് വളരെ ആത്മാർത്ഥമായി സത്യസന്ധമായിട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് വടകരയിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. വെൽക്കം ബാക്ക് ടു AR ട്രാവലർ. എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇപ്പം നമ്മളിപ്പോൾ ഉള്ളത് വടകര ദേശീയപാതയുടെ നടുവിലാണുള്ളത്. അതായത് പഴയ ദേശീയപാതയാണ്. അപ്പോൾ നമ്മൾ തെരുവത്ത് ജംഗ്ഷൻ തൊട്ട് പുതിയ ബസ് സ്റ്റാൻഡ് പ്രദേശം വരെയുള്ള പുതിയ കാഴ്ചകളാണ് ഇന്ന് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത്. അപ്പം മഴയാണ്, അപ്പം അധികം വലിച്ചിട്ടില്ല, നേരെ വീഡിയോയിലേക്ക് പോകണം. അപ്പം നമ്മൾ തെരുവത്ത് ജംഗ്ഷനാണിത്. തെരുവത്ത് ജംഗ്ഷന് തൊട്ട് മുന്നേ ഉള്ള നേരത്തെ ഉണ്ടായിരുന്ന ദേശീയപാതയാണ്. അവിടെയാണ് കംപ്ലീറ്റ് പൈലിംഗ് അടിക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു, നമുക്കറിയില്ല. കംപ്ലീറ്റ് നമ്മൾ സ്റ്റീലിൻ്റെ ഇതുകൊണ്ട് റൗണ്ട് സർക്കിളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നിരത്തി വെച്ചിട്ടുണ്ട്. ഇപ്പം പുതിയ തെരുവത്ത് ജംഗ്ഷൻ എന്നുള്ള പുതിയ ദേശീയപാതയുടെ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേഷനായത്. അതായത് ഓഗസ്റ്റ് 2, 2024 എന്നുള്ള കാഴ്ചയാണ്. അപ്പോൾ അതേപോലെ തന്നെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ സർവീസ് റോഡിൻ്റെ ഭാഗത്ത് ജലനിധിയുടെ പൈപ്പിൻ്റെ വെള്ളത്തിൻ്റെ പൈപ്പുകൾ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ദേശീയപാത വൻ ട്രാഫിക് ബ്ലോക്കാണ്. ഒരു ബൈക്കിന് പോലും പാസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ട്രാഫിക് ബ്ലോക്കാണ് ഇപ്പോൾ നിലവിലുള്ളത്. എന്തായാലും ഈ ദേശീയപാതയിൽ വർക്ക് കഴിഞ്ഞാലാണ് ഈ ട്രാഫിക് ബ്ലോക്കിന് ഒരു ശാന്തത, ഒരു മോചനം ഉണ്ടാവുള്ളൂ. ഇതാണ് നമ്മളെ പഴയ ദേശീയപാത. നേരത്തെ വാഹനങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരുന്ന ദേശീയപാത അതൊക്കെ കംപ്ലീറ്റ് ക്ലോസ് ചെയ്ത് നമ്മളിപ്പോൾ ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ ഒക്കെ ഫ്രണ്ടിലാണുള്ളത്. അതൊക്കെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ നിലവിൽ സർവീസ് റോഡിലൂടെയാണ്. പഴയ ദേശീയപാതയൊക്കെ ക്ലോസ് ചെയ്തു. സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ ഇരു സൈഡിലും പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ നമ്മൾ നേരത്തെ ഗാർഡർ നേരത്തെ പൈലിങ്ങിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞ ഭാഗത്ത് പില്ലറൊക്കെ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ലെഫ്റ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ കമ്പിയൊക്കെ കെട്ടി ഉയർന്നിട്ടുണ്ട്. അതേപോലെ റൈറ്റ് സൈഡിൽ 3 വരിപ്പാതയുടെ ഒരു വൺ സൈഡിൽ പില്ലറിൻ്റെ ഒക്കെ കമ്പിയൊക്കെ കെട്ടി ഫൗണ്ടേഷൻ കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞ് കമ്പിയൊക്കെ കെട്ടി ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. റൈറ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ അതേപോലെ തന്നെ അതിൻ്റെ പൈലിംഗ് ഒക്കെ അടിച്ചതിന് ശേഷമുള്ള പൈൽ ക്യാപ്പ് അടിക്കാൻ വേണ്ടിയിട്ടുള്ള കമ്പിയൊക്കെ കെട്ടി കഴിഞ്ഞിട്ടുണ്ട്, കമ്പിയൊക്കെ ബൈൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ ഇപ്പം നിലവിൽ പുതിയ ബസ് സ്റ്റാൻഡ് പ്രദേശത്ത് നോക്കുകയാണെങ്കിൽ ഒരു 4-5 പില്ലർ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. ഈ ഭാഗത്തും പഴയ ദേശീയപാത, ഇതൊക്കെ പഴയ ദേശീയപാതയാണ്. ആ ദേശീയപാത ബ്ലോക്ക് ചെയ്തതിന് ശേഷമാണ് ഇവിടെയൊക്കെ പൈലിംഗ് അടിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇവിടെ ഇനി അടുത്തത് ഈ കോൺക്രീറ്റ് പൊട്ടിച്ച് അതിൻ്റെ പൈൽ ടോപ്പ് അടിക്കാനുള്ള വർക്കാണ്. പിന്നെ അതേപോലെ നമ്മളെ ഫാമിലി വെഡ്ഡിങ് സെൻ്ററിൻ്റെ ഫ്രണ്ടിലൊക്കെ ആ രീതിയിൽ വർക്ക് നടക്കുന്നുണ്ട്. അതിനിടയിൽ മഴ കാലത്ത് വെള്ളമൊക്കെ കയറുന്നുണ്ട്. ഇത് കണ്ട നല്ല കുളമായിട്ടുണ്ട്, കംപ്ലീറ്റ് വെള്ളം കയറിയിട്ട്. അപ്പം നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ദേശീയപാതയുടെ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല. കാരണം റോഡേതാ തോടേതാ എന്ന് മനസ്സിലാവാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു. കോഴിക്കോട് ജില്ലകളിലൊക്കെ നല്ല രീതിയിൽ വെള്ളം കയറിയിരുന്നു. അപ്പോൾ ആ സമയത്ത് നമുക്ക് റോഡിൻ്റെ വീഡിയോ എടുക്കാൻ ഒരു പ്രസക്തിയില്ല, അതല്ല സാഹചര്യമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് വീഡിയോ ചെയ്തിട്ടില്ല. ഇന്നിപ്പോൾ നമ്മൾ വീഡിയോ എടുക്കാൻ തന്നെ വന്ന സമയത്ത് നല്ല രീതിയിലുള്ള മഴയായിരുന്നു. അപ്പോൾ മഴ ഒന്ന് മാറിയതിന് ശേഷം നമ്മൾ ജസ്റ്റ് വീഡിയോ ആയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഇവിടെ കുറച്ച് കാര്യമായ വർക്ക് നടക്കുന്നുണ്ട്, നമുക്ക് അങ്ങോട്ട് ചെന്ന് നോക്കാം. ഇപ്പം നമ്മളെ SGMSB സ്കൂളിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള കാഴ്ചയാണ്. അതിൻ്റെ ഇരു സൈഡുകളിലും ഇപ്പോൾ കംപ്ലീറ്റ് മണ്ണൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഗാർഡറുകളൊക്കെ കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പിയൊക്കെ കെട്ടിയിട്ടുണ്ട്. അപ്പം വർക്കേഴ്സും മഴയത്തും വർക്കുകളൊക്കെ ഇപ്പം വാഗാട് ഒന്ന് പൊടി തട്ടി എഴുന്നേറ്റിട്ടുണ്ടോ എന്ന് നമുക്ക് സംശയമുണ്ട്. പറയാൻ കാരണം ഇപ്പോൾ കഴിഞ്ഞ നല്ല മഴയത്ത് ഗാർഡർ കോൺക്രീറ്റ് ചെയ്തതാണ് ആ ഭാഗത്ത്. അപ്പോൾ അടുത്തൊരു ഗാർഡർ കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ കമ്പിയൊക്കെ കെട്ടിക്കഴിഞ്ഞു. അതിനിടയിലൂടെ പൈപ്പുകളും കാര്യങ്ങളൊക്കെ, ആ ഒരു ഫ്ലെക്സിബിൾ പൈപ്പും നമ്മൾ ആ ഒരു സ്റ്റീൽ വയറൊക്കെ കടത്തി വിടാനുള്ള ആ ഫ്ലെക്സിബിൾ പൈപ്പൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇനി അടുത്തത് ഈ ഒരു ഗാർഡറിൻ്റെ കോൺക്രീറ്റിംഗ് ആണ് നടക്കാനുള്ളത്. അപ്പം നമ്മളെ SGMSB സ്കൂളിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഉള്ള കാഴ്ചയാണിത്. എലിവേറ്റഡ് ഹൈവേ ആണ് ഈ ഒരു പ്രദേശങ്ങളിലൂടെ കടന്നു പോകുന്നത്. നേരത്തെ മണ്ണടിച്ചൊക്കെ ഉയർത്തിയിട്ട് ആ രീതിയിലൊക്കെ ദേശീയപാത 6 വരിപ്പാത നിർമ്മിക്കാനുള്ള പ്ലാനായിരുന്നു.
പക്ഷെ അതിനുശേഷം ഇവിടെയുള്ള വ്യാപാരികളും മറ്റുള്ള ആളുകളൊക്കെ ഒരുപാട് നിർദ്ദേശങ്ങളും സമരങ്ങളും പ്രശ്നങ്ങളൊക്കെ അതിന് ശേഷം പിന്നീട് എലിവേറ്റഡ് ഹൈവേ എന്ന രീതിയിലേക്ക്, അതായത് നമ്മൾ ഈ വടകര ടൗണിനെ കീറി മുറിച്ച് മണ്ണിടിച്ച് ഉയർത്തിയിട്ട് ഇരുഭാഗത്തേക്കുള്ള ആക്സസ് ഇല്ലാത്ത രീതിയിൽ ദേശീയപാത പണിയരുതെന്നും എലിവേറ്റഡ് ഹൈവേയിലൂടെ ഇരുഭാഗത്തേക്കുള്ള ആളുകൾക്ക് പോകാനുള്ള ഒരു സംവിധാനത്തോടുകൂടി ആ രീതിയിൽ വർക്ക് എടുക്കണം എന്ന് പറഞ്ഞ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇന്നിപ്പോൾ ഈ രീതിയിലേക്ക് എലിവേറ്റഡ് ഹൈവേ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഗേഡർ കോൺക്രീറ്റ് ചെയ്ത് കഴിക്കും. എന്താ ശക്തമായ മഴയത്തൊക്കെ ഇപ്പോൾ വർക്കൊക്കെ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫാമിലി വെഡ്ഡിങ് സെൻറ്റർ പീറ്റർ ഇംഗ്ലണ്ട് അതിൻ്റെയൊക്കെ ഫ്രണ്ടിലാണ്. അപ്പോൾ അടുത്ത് തന്നെ നമ്മൾ ഈ ഒരു ഗേഡർ എന്നാണ് പറയുന്നത്, പില്ലറിൻ്റെ കോൺക്രീറ്റിങ് നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു പക്ഷേ ഫസ്റ്റ് നമ്മളെ വടകര ടൗണിലെ ഫസ്റ്റ് പില്ലറിൻ്റെ കോൺക്രീറ്റ് ഇതായിരിക്കാം. കാരണം ഇവിടെയാണ് ഏറ്റവും കൂടുതൽ വർക്ക് ഇപ്പോൾ നമ്മളിപ്പോൾ കംപ്ലീറ്റ് ആയതായിട്ട് കാണുന്നത്. അതേപോലെ ഈ ഭാഗത്ത് ഇനി അടുത്തത് ഇതിൻ്റെ പൈൽ ടോപ്പ് വർക്കാണ് നടക്കാനുള്ളത്. 2-3 പൈലിംഗ് മെഷീനുകളൊക്കെ ഇവിടെ നിലയുറപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നല്ല രീതിയിലുള്ള മഴയ്ക്കുള്ള സാധ്യതയും നമ്മൾ കാണുന്നുണ്ട്. എന്താ ശക്തമായ മഴയത്തൊക്കെ ഇപ്പോൾ വർക്കൊക്കെ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫാമിലി വെഡ്ഡിങ് സെൻറ്റർ പീറ്റർ ഇംഗ്ലണ്ട് അതിൻ്റെയൊക്കെ ഫ്രണ്ടിലാണ്. അപ്പോൾ അടുത്ത് തന്നെ നമ്മൾ ഈ ഒരു ഗേഡർ എന്നാണ് പറയുന്നത്, പില്ലറിൻ്റെ കോൺക്രീറ്റിങ് നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു പക്ഷേ ഫസ്റ്റ് നമ്മളെ വടകര ടൗണിലെ ഫസ്റ്റ് പില്ലറിൻ്റെ കോൺക്രീറ്റ് ഇതായിരിക്കാം. കാരണം ഇവിടെയാണ് ഏറ്റവും കൂടുതൽ വർക്ക് ഇപ്പോൾ നമ്മളിപ്പോൾ കംപ്ലീറ്റ് ആയതായിട്ട് കാണുന്നത്. അതേപോലെ ഈ ഭാഗത്ത് ഇനി അടുത്തത് ഇതിൻ്റെ പൈൽ ടോപ്പ് വർക്കാണ് നടക്കാനുള്ളത്. 2-3 പൈലിംഗ് മെഷീനുകളൊക്കെ ഇവിടെ നിലയുറപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നല്ല രീതിയിലുള്ള മഴയ്ക്കുള്ള സാധ്യതയും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇന്ന് കോൺക്രീറ്റിങ് കംപ്ലീറ്റ് ആയിട്ടുള്ള പൈൽ ക്യാപ്പിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള, നിങ്ങൾക്ക് ഇവിടെ പ്ലാസ്റ്റിക്കൊക്കെ കവറൊക്കെ വിട്ട് മൂടിയതാണ്. ശക്തമായ മഴയത്ത് നല്ല രീതിയിൽ വെള്ളമൊക്കെ ലഭിക്കും. അപ്പോൾ ഇന്ന് പൈൽ ക്യാപ്പ് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പില്ലറിൻ്റെ വർക്കാണത്. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങനെ പുതിയ ബസ് സ്റ്റാൻഡിനോട് അടുക്കാറായി. എവിടെയൊക്കെ ഏത് സൈഡിലും 2 സൈഡിലും പൈലിങ്ങിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പൈലിംഗ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പൈലിംഗ് അടിച്ച് കഴിഞ്ഞു. അതുപോലെ ഓപ്പോസിറ്റ് സൈഡിൽ നോക്കണം, ഇവിടെയും പൈലിംഗ് അടിച്ച് കഴിഞ്ഞു. ഇവിടെയൊക്കെ നല്ല രീതിയിൽ തെളിഞ്ഞ വെള്ളമാണ്, നല്ല സ്വിമ്മിംഗ് പൂൾ പോലെ ഉറവുള്ള വെള്ളമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പം മോട്ടറൊക്കെ അടിച്ചിട്ട് വറ്റിക്കൽ വലിയ ടാസ്ക്കായിട്ട് മാറിയിട്ടുണ്ട്. എന്നാലും വാഗാട് ഇപ്പോൾ കുറച്ച് വേഗത കാണിക്കുന്നൊരു കാഴ്ചയാണ്, വർക്കിൽ ഒരു സ്പീഡ് കാണിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പുതിയ ബസ് സ്റ്റാൻഡും അവിടെയും ഒരു പില്ലറിൻ്റെ കോൺക്രീറ്റിങ് നടക്കുന്നതായിട്ട്. ഇതിപ്പോൾ ഇന്നലെ മഴയത്ത് താർപ്പായൊക്കെ വലിച്ചു കിട്ടിയതിന് ശേഷം ഈ പൈലിങ് കഴിഞ്ഞിട്ടുള്ള ബാക്കി ഭാഗം കോൺക്രീറ്റ് ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കിയതാണ്. പടിയിലൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ ഉറവായി മാറിയിട്ടുണ്ട്. ഇപ്പോൾ തെളിഞ്ഞ വെള്ളം കാണുന്നുണ്ടാവും. ഇതാണ് കണ്ടോ, നമ്മളിപ്പോൾ പുതിയ ബസ് സ്റ്റാൻഡ് പ്രദേശത്തെത്തി. ഇപ്പോൾ ഇവിടെയൊക്കെ വർക്ക് പുരോഗമിക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം തോന്നും. കാരണം ട്രാഫിക് ബ്ലോക്ക് അങ്ങേയറ്റം വലിയ ദുരന്തമായി കൊണ്ടിരിക്കുന്നൊരു പ്രദേശമാണ് ഈ പുതിയ ബസ് സ്റ്റാൻഡ് തെരുവത്ത് പ്രദേശം. കാരണം നിലവിൽ ദേശീയപാതയിൽ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാളുള്ള ട്രാഫിക് ബ്ലോക്ക് ഗുരുതരമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. കാരണം സർവീസ് റോഡിലൂടെ വാഹനങ്ങൾ പോകുമ്പോൾ മറ്റു വാഹനങ്ങൾക്ക്, എമർജൻസി വാഹനങ്ങൾക്ക് ഓവർടേക്ക് ചെയ്യാൻ പോലും സംവിധാനമില്ലാത്തൊരു കാഴ്ചയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദേശീയപാതയുടെ വർക്ക് ഇപ്പം കുറച്ച് ഫാസ്റ്റായിട്ടുണ്ട്. പില്ലറെല്ലാം ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. ഓരോ പില്ലറുകളും ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മഴയത്തും വാഗാട് കുറച്ച് സ്പീഡാക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പം നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന പഴയ ദേശീയപാതയാണ്. അപാര ഉറവാണ്, ഒരു രക്ഷയില്ല. മോട്ടറൊക്കെ വെച്ച് വറ്റിച്ചിട്ടും വെള്ളമൊന്നും തീരാത്തൊരു സ്ഥിതിവിശേഷമാണ്. എന്നാലും ഇപ്പോൾ മഴയത്ത് ആത്മാർത്ഥമായി പണിയെടുക്കുന്ന വാഗാടിനെ അഭിനന്ദിക്കാതെ നിർവാഹമില്ല. ഒരുപാട് ഫോൾട്ടുകളും ഒരുപാട് പോരായ്മകളും പ്രശ്നങ്ങളൊക്കെ വാഗാടിനെ പറ്റി നിരന്തരം ഉണ്ടായിരുന്നു. പക്ഷേ ഈ കോടമഴയത്ത് വാഗാട് വർക്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കണം. അതുകൊണ്ട് ഈ ഒരു ഭാഗത്തൊക്കെ കോൺക്രീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കോൺക്രീറ്റിംഗ് അതിശക്തമായ രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ, പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പുതിയ ബസ് സ്റ്റാൻഡ് പ്രദേശത്ത് നമ്മൾ എത്തിക്കഴിഞ്ഞപ്പോൾ ഇനി ഇങ്ങോട്ടേക്ക് ആക്സസ് ഇവന്മാർ ഇപ്പം ഇവിടെയൊക്കെ കഴിഞ്ഞു, കോൺക്രീറ്റിംഗ് കഴിഞ്ഞ കാഴ്ചയാണ്.
അപ്പോൾ ചാനൽ ആരെങ്കിലുമൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, ലൈക്ക് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, ഷെയർ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നത് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ദേശീയപാതയുടെ വർക്ക് നല്ല രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്.